ഹെവി ഫൈറ്റ് എന്നാണ് നമ്മൾ ഈ പ്രോഗ്രാമിനിട്ടിരിക്കുന്ന പേര്. ഈ പ്രോഗ്രാമിനപ്പുറത്തേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഹെവി ഫൈറ്റ് ആകുന്നുണ്ട്? നമ്മൾ സാധാരണഗതിയിൽ ചില മണ്ഡലങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഇവിടെ ഹെവി ഫൈറ്റ് നടക്കുന്നു എന്ന് പറയുക. ഇവിടെ നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ ചില നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. അതായത് 2 ടേം ഭരിച്ച LDFനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു ടേം വേണമെന്ന വാശിയോടുകൂടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്. UDFനെ സംബന്ധിച്ചിടത്തോളം UDF സംവിധാനം തന്നെ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. സ്വാഭാവികമായും അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ആകമാനം ഒരു ഹെവി ഫൈറ്റായി മാറുകയാണ്. ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പൊരു തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്ത് കാണാത്ത വിധമുള്ള രാഷ്ട്രീയായുധങ്ങൾ പയറ്റപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഹെവി ഫൈറ്റ് എന്ന പേരിട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2006 മുതൽ സാജു ഈ ഫീൽഡിലുണ്ട്. ഓരോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ അതിൻ്റെ ഫുൾ ഫ്ലഡ്ജായ കണ്ടീഷനിൽ നടക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടും കൂടി ഹെവി ഫൈറ്റ് ആവുന്നുണ്ടല്ലേ? സ്വാഭാവികമായും എങ്ങനെയൊക്കെ ഓരോ വോട്ടറെയും സ്വാധീനിക്കാൻ കഴിയും, അതിനുള്ള തന്ത്രങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പിലും ഓരോ കാലത്തിനനുസരിച്ചാണ് ഉപയോഗിക്കപ്പെടുക. ഈ കാലത്ത് ഏറ്റവും ഉപയോഗിക്കപ്പെടുക സോഷ്യൽ മീഡിയ ആയിരിക്കും. അത് മധ്യവയസ്കിലുള്ള ഒരു തലമുറയെ മാത്രം തുടങ്ങി അങ്ങ് പോയി കഴിഞ്ഞാൽ ഏറ്റവും പുതിയ തലമുറ വരെയും സ്വാധീനിക്കാൻ കഴിയുന്ന അവരെ വരെയും സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാവിധ തന്ത്രങ്ങളും പയറ്റപ്പെടാൻ പോവുകയാണ്. അതായത് ക്യാപ്സ്യൂളുകൾ ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.